സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ആശ്രയിക്കുന്ന മാടായി പഞ്ചായത്തിലെ കോഴി ബസാർ പുതിയങ്ങാട് ഹൈസ്കൂൾ റോഡിലെ ഗർത്തം യാത്രക്കാർക്ക് ദുരിതമാകുന്നു. ഉൾഭാഗം ഇടിഞ്ഞ ഈ വലിയ ഗർത്തം ഇതുവഴി കടന്നു പോകുന്നവർക്ക് അപകടക്കെണിയാവുകയാണ്. മാടായി പഞ്ചായത്ത് 14-ാം വാർഡിലെ പുതിയങ്ങാടി ഹൈസ്കൂൾ റോഡിലെ ഗർത്തമാണ് അപകടക്കെണിയാവുന്നത്. മാസങ്ങൾക്ക് മുൻപ് ശക്തമായ മഴയിലാണ് ആദ്യം റോഡിൽ ചെറിയ വിള്ളൽ രൂപപ്പെട്ടത്. കുഴി പഞ്ചായത്ത് അധികൃതരും മറ്റും ഇടപെട്ട് താൽക്കാലികമായി അറ്റകുറ്റപ്രവൃത്തി നടത്തിയെങ്കിലും ഇതിനു സമീപത്തായി വലിയൊരു ഗർത്തം വീണ്ടും രൂപപ്പെടുകയായിരുന്നു. അടിഭാഗത്തെ മണ്ണും ടാറും ഉൾപ്പെടെ ഒഴുകിപ്പോയ അവസ്ഥയാണ്. നിലവിൽ അപകടമൊഴിവാക്കാൻ കുഴിയിൽ മരക്കഷ്ണങ്ങളും മറ്റും വെച്ചിരിക്കുകയാണ്. രാത്രി വലിയ ഒരു അപകട സാധ്യതയാണ് ഇവിടെ നിലനിൽക്കുന്നത്. രാത്രി വരുമ്പോൾ ബുദ്ധിമുട്ട് തന്നെ. അറിയാത്ത ഞമ്മക്കെല്ലാം ഇപ്പോൾ ഇടിപ്പോൾ കുഴിയുണ്ടെന്ന് അറിയാം. ഒരാൾക്കാർ ഇടിയില്ല ആൾക്കാർ എന്തെങ്കിലും മരത്തിൻ്റെ കൊമ്പോ എന്തെങ്കിലും കുത്തിയിട്ട് അവിടെ വെക്കും. ബാക്കിയിൽ പൊതുവായിട്ട് ഇപ്പോൾ ഇതിലേ പോകാമെന്ന് വിചാരിച്ചിട്ട് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അവർക്ക് വിഷമം തന്നെയാണ്. ചിലപ്പോൾ ഇടിഞ്ഞതിലേക്ക് വീണു ആ കുണ്ടിയിലേക്ക്. റോഡിന്റെ അവസ്ഥ അറിയാതെ വരുന്ന യാത്രക്കാർ അപകടത്തിൽപ്പെടാനുള്ള സാധ്യതയും ഏറെയാണ്. റോഡിന്റെ അരികിൽ തന്നെ കനാലുമുണ്ട്. ഉദ്യോഗസ്ഥരെത്തി പരിശോധന നടത്തിയിട്ടുണ്ടെന്നും റോഡിന്റെ താൽക്കാലിക അറ്റകുറ്റപ്പണി നടത്താനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്നും മാടായി പഞ്ചായത്ത് 15-ാം വാർഡ് മെമ്പർ അബ്ദുൾ റഫീഖ് പറഞ്ഞു. പഞ്ചായത്തിൻ്റെ ശ്രദ്ധയിൽ 2 മാസം മുമ്പേ അവർ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളത് ശ്രദ്ധയിൽപ്പെടുത്തിയിനി. അപ്പോൾ ചെറിയൊരു കുണ്ടായിട്ടാണ് അത് ഉണ്ടായത്. പിന്നീടാണ് അത് കൂടുതലും മഴ പെയ്തപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്കൂടി ഒരു ഗുഹമാതിരി ഒരു രൂപാന്തരപ്പെട്ടത്. അപ്പോൾ ഇത് വലിയൊരു വിഷയമായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ പഞ്ചായത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ വന്നിട്ടന്ന് എസ്റ്റിമേറ്റെല്ലാം ആക്കിയിട്ട് പോയിട്ടുണ്ട്. അത് എത്രയും പെട്ടെന്ന് അതിൻ്റെ വർക്ക് തുടങ്ങുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ താൽക്കാലികമായിട്ട് ഇത് കുത്തി പൊളിച്ചിട്ട് തൽക്കാലം ഒരു ലോഡ് ചിരളെങ്കിലും ഇട്ടിട്ട് ഈ കുഴിൻ്റെ കാര്യം ഒന്ന് പരിഗണിക്കാനുള്ള ഒരു അടിയന്തര നടപടി സ്വീകരിക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് ഇത് എന്തായാലും ചെയ്യും. അതെല്ലാം ഉറപ്പ് തന്നിട്ടുണ്ട്. താൽക്കാലിക പരിഹാരമല്ല നിലവിൽ റോഡിന് ആവശ്യം. അടുത്ത മഴ പെയ്താൽ ഈ റോഡ് ഇവിടെ ഉണ്ടാകുമോ എന്ന് തന്നെ സംശയമാണ്. എത്രയും പെട്ടെന്ന് അധികൃതർ നടപടി സ്വീകരിക്കണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി.